ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحابته أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 78-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യളുന്നൂൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ച വാക്കാർത്ഥങ്ങൾ വമിൻഹും അവരിലുണ്ട് താനും, അല്ലെങ്കിൽ അവരിൽ പെട്ടതുമാണ്. ഉമ്മിയൂൻ അക്ഷരജ്ഞാനമില്ലാത്തവർ, ലാ യഅലമൂന അവർ അറിയുകയില്ല, അൽ കിതാബ വേദഗ്രന്ഥം, ഇല്ലാ അമാനിയ ചില വ്യാമോഹങ്ങളല്ലാതെ, വഇൻഹും അവരല്ല, ഇല്ലാ യളുന്നൂൻ അവർ ഊഹിക്കുകയല്ലാതെ. അപ്പോൾ സഹോദരങ്ങൾ, ഈ ആയത്തിന്റെ അർത്ഥം അവരിൽ ചിലർ അക്ഷരജ്ഞാനമില്ലാത്തവരുമുണ്ട്, ചില വ്യാമോഹങ്ങളല്ലാതെ വേദഗ്രന്ഥത്തെക്കുറിച്ച് അവർക്കറിയുകയില്ല, അവർ ഊഹിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. ഇവിടെ സഹോദരങ്ങളെ, കഴിഞ്ഞ സൂറത്തിൽ, കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളിലെ അറിവ് നൽകപ്പെട്ട ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതെങ്കിൽ, ഇവിടെ ഈ 78-ാമത്തെ ആയത്തിൽ അള്ളാഹു അവരിലുള്ള സാധാരണക്കാരായ പാമര ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. അവരിൽപ്പെട്ട അക്ഷരജ്ഞാനമില്ലാത്ത സാധാരണക്കാർ അവർ അള്ളാഹുവിൽ നിന്ന് അവതരിച്ച വേദഗ്രന്ഥത്തെക്കുറിച്ച്, അഥവാ മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ അവതരിച്ച തൗറാത്തിനെ കുറിച്ച് അജ്ഞരായ ആളുകളായിരുന്നു. അള്ളാഹു അവർക്ക് നൽകിയ മതത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ, അതിനെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത, ധാർമ്മികവും സദാചാരവുമായ വിഷയങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത, സ്വർഗം ലഭിക്കുവാനും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനും എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾ ഈ യഹൂദികളിൽ ഉണ്ടായിരുന്നു. അവരുടെ കൈവശമുണ്ടായിരുന്നത് ചില ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ഊഹങ്ങളും മാത്രമായിരുന്നു. കാരണം അവർ എഴുതുവാനും വായിക്കുവാനും അറിയാത്ത, തൗറാത്ത് വായിച്ചു പഠിച്ചിട്ടില്ലാത്ത, കേട്ടുകേൾവിയെയും പണ്ഡിത പുരോഹിതന്മാരുടെ പ്രസ്താവനകളെയും ആശ്രയിച്ചുകൊണ്ട് ചില നന്മകൾ ഞങ്ങൾക്ക് ലഭിക്കാനുണ്ട് എന്ന് കരുതി വച്ച വലിയ ഒരു വ്യാമോഹത്തിൽ വീണുകിടക്കുന്ന സാധാരണക്കാരായ ജനങ്ങളായിരുന്നു അവർ. അള്ളാഹു തൗറാത്തിലൂടെ പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് ഏതാനും ചില ഊഹങ്ങൾ മാത്രമാണ് അവരുടെ പക്കലുണ്ടായിരുന്നത്. അള്ളാഹു അവരിലേക്ക് നിയോഗിച്ച പ്രവാചകനിലൂടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയുവാനോ, അല്ലെങ്കിൽ അവരിൽപ്പെട്ട സത്യവിശ്വാസികൾ പറയുന്ന കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയോ ഈ പാമര ജനങ്ങൾക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇവരുടെ അടുക്കലുള്ളത് ചില ധാരണകളും അന്ധമായ അനുകരണങ്ങളും മാത്രമാണ്. അതായത് ഈ അക്ഷരജ്ഞാനമില്ലാത്ത യഹൂദികൾ അവരിലെ അറിവുള്ള ആളുകളെ അനുകരിക്കുകയും ചില ധാരണകൾ വെച്ചു പുലർത്തുകയും മാത്രമാണ് അവർ ചെയ്തിരുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 77-ാമത്തെയും 78-ാമത്തെയും ആയത്തിലൂടെ യഹൂദികളിലെ പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും കുറിച്ചുള്ള ഒരു അവസ്ഥ നമുക്ക് അറിയിച്ചു തരികയാണ്. അവരിലെ പണ്ഡിതന്മാരായ ആളുകൾ അവർ ഏതൊരു വഴികേടാണോ സ്വീകരിച്ചിട്ടുള്ളത് അതേ വഴികേട് മുറുകെ പിടിക്കുന്നവരാണ് അവരിൽപ്പെട്ട സാധാരണക്കാരായ ആളുകൾ. കാരണം ഈ സാധാരണക്കാരായ ആളുകൾ അവർ അന്ധമായി ഈ യഹൂദ പണ്ഡിതന്മാരെ അനുകരിക്കുന്നവരാണ്.
അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ആയത്തുകൾ ചേർത്തുകൊണ്ട് ഈ ആയത്ത് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നത്, ഇവിടെ 2 വിഭാഗം ആളുകളെ കുറിച്ച് യാതൊരു പ്രതീക്ഷയും നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരുന്നത്. അറിവുള്ളവർ സത്യം മറച്ചു വെച്ചുകൊണ്ട് വഴികേടിനെ മുറുകെ പിടിക്കുമ്പോൾ അവരിലെ സാധാരണക്കാരായ ആളുകൾ ഇത്തരം പണ്ഡിതന്മാരെ അന്ധമായി അനുകരിക്കുന്ന അവസ്ഥയാണ് അവരുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 കൂട്ടം ആളുകളും അവർ ശരിയായ വിശ്വാസത്തിലേക്ക് കടന്നു വരുമെന്നതിന് ഒരു വകയുമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. ഇനി സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആയത്തിൽ പരാമർശിച്ച ഏതാനും ചില കാര്യങ്ങൾ പൂർവികരായ പണ്ഡിതന്മാർ നൽകിയ തഫ്സീറിന്റെ ചില പ്രസക്തമായ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അല്പം കൂടി കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.